കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കി കത്തോലിക്ക സഭ. തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. നീതി ലഭിച്ച ശേഷം ചായക്കുടി ആകാമെന്നാണ് BJPക്ക് KCBCയോട് മുന്നറിയിപ്പ്. കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് MP-മാർ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. കേക്കും വേണ്ട ലഡുവും വേണ്ട, കേക്കും വേണ്ട ലഡുവും വേണ്ട, അരമന കാണാൻ വേണ്ടേ വേണ്ട, കേക്കും വേണ്ട ലഡുവും വേണ്ട, അരമന കാണാൻ പോരേണ്ടേ. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. BJPയിലാകട്ടെ വ്യത്യസ്ത നിലപാടുകളും. ഈ സാഹചര്യത്തിലാണ് കത്തോലിക്ക സഭാ നേതൃത്വം നിലപാട് കടുപ്പിക്കുന്നത്. ഈ സന്യാസിനിമാർ മതേതര ഭാരതത്തിന് അനുഗ്രഹമാണ്. സഭയ്ക്ക് മാത്രമല്ല, ഈ ആർഷഭാരതത്തിന് അവിഭാജ്യമായ ഘടകമാണ്. ഒരു കൽത്തുറുങ്കിന് അതിനെ ഭേദിക്കുവാൻ സാധ്യമല്ല. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് കാത്തലിക് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വാമൂടിക്കെട്ടി പ്രതിഷേധ റാലി നടത്തി. കോട്ടയം തിരുനക്കര മൈതാനത്ത് വൈദികരും കന്യാസ്ത്രീകളും പ്രതിഷേധമുയർത്തി. ഛത്തീസ്ഗഡിലെ 2 സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴിക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധമുള്ള വകുപ്പുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെ ഇരുമ്പഴിയുടെ ഉള്ളിൽ അടച്ചുപൂട്ടാൻ പരിശ്രമിക്കുന്ന വ്യക്തികള്, പ്രസ്ഥാനങ്ങൾ ആരായിരുന്നാലും അവരെയെല്ലാം വെല്ലുന്ന ഒരു സംസ്കാരത്തിന്റെ ഉടമയാണ് ഭാരതമെന്ന് ഉറക്കെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജ്ഭവനിലേക്ക് KPCCയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. വിഷയത്തിൽ പാർലമെന്റിന് മുന്നിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ UDF MP-മാർ പ്രതിഷേധിച്ചു. കേരളത്തിൽ നിന്നുള്ള UDF LDF MP-മാർ വിഷയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉന്നയിച്ചു. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചർച്ച ചെയ്യണമെന്ന അംഗങ്ങളുടെ ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. അതേസമയം ഇരുവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്നുള്ള BJP ലോക്സഭാംഗം വിജയ് ബാഗേൽ ആരോപിച്ചു. 24 ഡൽഹി, തിരുവനന്തപുരം.